ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് ഈ ഒരു ഡിസൈൻ മേക്ക് ചെയ്തെടുക്കാവേ. നമ്മൾ ഒരു സൈഡിൽ ഇപ്പം 14 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ നമ്മളിപ്പം ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലെങ്ത് നമ്മളൊരു 11 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് എത്രയാണോ സ്ലീവിന് വേണ്ടത്, സീം അലവൻസ് ഉൾപ്പെടെ അത് മാർക്ക് ചെയ്യുന്ന സീം അലവൻസ് ഉൾപ്പെടെ നമുക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് ഒരു സൈഡിൽ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓപ്പൺ സൈഡിൽ നമുക്ക് എത്രയാണോ താഴ്ത്തി മാർക്ക് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 3.5 ഇഞ്ചാണ് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ബോട്ടം ഭാഗത്ത് നമ്മൾ ബാലൻസ് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇത്രയും മാത്രമേ നമ്മളിപ്പോൾ ഈ സ്ലീവിന് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളേ. നമ്മൾ ഈ ഒരു കർവ് വരച്ചിടം മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളുടെ ഈ സ്ലീവിനെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ഉള്ളതിനെ നിവർത്തി ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു നൂലിൽ പിടിച്ച് നമ്മൾ ഇതുപോലെ ഗാദറിങ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ട വിട്ട് ആ അളവിലേക്ക് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം. 4 ഇഞ്ച് നമ്മൾ ഒരു സൈഡ് എക്സ്ട്രാ കൊടുത്തില്ലേ, അത് നമ്മളിവിടെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കണേ. ഒരു നൂലിൽ പിടിച്ച് വലിച്ചാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുവേ. ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നമുക്ക് എത്രയാണോ ബോട്ടം ഭാഗത്ത് വിട്ട് വേണ്ടത് ആ വിട്ട് നമ്മൾ അളന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരു 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 2 ഇഞ്ച് വിട്ടിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറാണ് എടുക്കേണ്ടത്. നമ്മളിപ്പം ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. 2 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ എന്നിട്ട് ഒരു സൈഡ് ക്ലോസ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൂചി നൂല് ഉപയോഗിച്ച് ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സ്ട്രിപ്പിനെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സ്റ്റിച്ചിങ് വരുന്നത് നടുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് വേണം ചെയ്തെടുക്കാനേ. നമ്മുടെ ഫ്ലാഗിൻ്റെ എല്ലാ കളറും നമ്മൾ ഇതുപോലെ സെയിം മെത്തേഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ 2 ഇഞ്ച് വിട്ട്, അതിപ്പോൾ 1.5 ഇഞ്ച് ആയാലും മതിയേ, 1 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. ഒരു സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഏറ്റവും വിട്ട് കുറച്ചുള്ള രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. നമ്മളെക്കൊണ്ട് മാക്സിമം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെ 4.5 ഇഞ്ച് ലെങ്തിൽ ഈ ഓരോ പീസസിനെയും കട്ട് ചെയ്ത് ഇതുപോലെ ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് എടുക്കുക. ഇനി നമ്മൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ വിട്ട് കൊടുത്തിരിക്കുന്ന അതേ ലെങ്ത് എടുക്കുക. 4 ഇഞ്ച് നമ്മൾ ഈ ഒരു പേപ്പറിന് വിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്. ആ സെൻറ്ററിലൂടെ 2 ഇഞ്ച് വിട്ടിൽ നമ്മൾ ഇതുപോലെ ഡിസ്റ്റൻസ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്ലാഗിൻ്റെ കളർ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ എങ്ങനെയാണോ നമ്മളിവിടെ വെച്ച് കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതിയേ. 2 ഇഞ്ച് വിട്ടിലേക്ക് നമ്മൾ ഈ വൈറ്റ് വെക്കുക. പിന്നെ നമ്മൾ ഗ്രീനും സാഫ്രോണും അടുത്തടുത്ത് വെക്കുക. ആ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ നമ്മളുടെ കളറുകളെ ചേഞ്ച് ചെയ്ത് അടുക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കറക്റ്റ് സെൻറ്റർ വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിലേക്ക് നമ്മൾ ബ്ലൂ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ സ്ട്രിപ്പാക്കി വെച്ചിരിക്കുന്ന ആ ബ്ലൂ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം ഇതിനെ ഓരോന്നിനെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഓൾട്ടർനേറ്റീവായിട്ട് ഫോൾഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സൈഡ് ആദ്യമേ നമ്മളുടെ ഫ്ലാഗിൻ്റെ കളറുകൾ വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ 2 വശവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ബാലൻസ് നിൽക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലെ നീറ്റായിട്ട് ഇപ്പം നമുക്ക് ലഭിക്കും. അതിലേക്ക് നമ്മളുടെ
സ്ലീവിൻ്റെ നമ്മൾ ചുരുക്കി വെച്ചിരിക്കുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം നല്ല നീറ്റായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്കിപ്പം ഇങ്ങനെ ലഭിക്കും. ഇനി അവിടേക്ക് നമ്മളൊരു ക്രോസ് കട്ടാണ് 2 ഇഞ്ച് വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. ക്രോസ് കട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൈപ്പിംഗ് ഇങ്ങനെ വെച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് വിഡ്ത്ത് എത്ര വേണമോ അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുത്ത് ഇവിടെ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്തും ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് വേണ്ട ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി പേപ്പർ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടുവേ. മുകൾ ഭാഗത്ത് നമ്മൾ ഇത്രയും ചുരുക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ആശംസകളെ.